2021 താലിബാൻ അഫ്ഗാന്റെ ഭരണം ഏറ്റെടുത്തതിന് ശേഷം ഇന്ത്യ ഉൾപ്പെടെ വിവിധ ലോകരാജ്യങ്ങൾ ഇവരെ അംഗീകരിച്ചിരുന്നില്ല. പക്ഷേ ഇപ്പോൾ സംഭവിക്കുന്നത് ഇന്ത്യ ഔദ്യോഗികമായി തന്നെ താലിബാനുമായി ചർച്ച നടത്തിയിരിക്കുന്നു. UAE-യിൽ വെച്ചാണ് ചർച്ച നടന്നിരിക്കുന്നത്. താലിബാനും ഇന്ത്യയുമായി സൗഹൃദം ഉള്ള ഒരു രാജ്യമാണ് UAE. അവിടെ വെച്ച് താലിബാനെ ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിസ്രി, താലിബാൻ വിദേശകാര്യമന്ത്രി മൗലവി അമീർ ഖാൻ മുത്താഖിയുമായി കൂടിക്കാഴ്ച നടത്തി. ഈ കൂടിക്കാഴ്ച നടക്കുന്നതിൻ്റെ തലേ ദിവസമായിരുന്നു പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനിൽ കടന്നു കയറി വ്യോമാക്രമണം നടന്നത്. ആ വ്യോമാക്രമണം നടന്നതിൻ്റെ പിറ്റേ ദിവസമാണ് ദുബായിൽ ഈ ചർച്ച നടന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ത്യ ഒഫീഷ്യലായി നടത്തിയ ഒരു ചർച്ച. ഇതിനു മുൻപും ചർച്ചകളുണ്ടായിരുന്നെങ്കിലും അത് ജോയിൻറ്റ് സെക്രട്ടറി തലത്തിലുള്ള ബാക്ക്ഡോർ സംഭാഷണങ്ങൾ ആയിരുന്നു. ഇന്ത്യ ഈ താലിബാനെ അംഗീകരിക്കുന്നില്ല എങ്കിൽ പോലും ഭക്ഷ്യവസ്തുക്കളും മരുന്നുകളുമൊക്കെ കയറ്റി അയക്കുമായിരുന്നു. ഇപ്പോഴിതാ ഒഫീഷ്യലായി തന്നെ താലിബാൻ്റെ വിദേശകാര്യമന്ത്രി മൗലവി അമീർ ഖാൻ മുത്താഖിയുമായി ചർച്ച നടത്തിയിരിക്കുന്നു. ഏതായാലും പ്രധാനമായ ചർച്ചയിൽ ഉയർന്ന കാര്യം അഭയാർത്ഥികളുടെ പുനരധിവാസം. ഈ താലിബാൻ ആക്രമണ സമയത്ത് അഭയാർത്ഥികളായി ഇന്ത്യയിൽ കുറേ പേർ അഫ്ഗാനികൾ എത്തിയിരുന്നു. അവരെ ഡൽഹിയിൽ പാർപ്പിച്ചിരിക്കുന്നു. അവരെ പുനരധിവസിപ്പിക്കുന്ന കാര്യമാണ് പ്രധാനപ്പെട്ട ഒന്ന്. ഒപ്പം തന്നെ ഈ താലിബാൻ്റെ ആരോഗ്യരംഗത്ത് ഈ ഇന്ത്യ ഇടപെടണമെന്ന് താലിബാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇറാനിയൻ തുറമുഖമായ ഛബ്ബാർ തുറമുഖത്തിൻ്റെ പ്രവർത്തനം സുഗമമായി മുൻപോട്ട് കൊണ്ടുപോകാൻ അഫ്ഗാൻ എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്തിരിക്കുന്നു. ഇന്ത്യ അഫ്ഗാനിസ്ഥാനിൽ നിർത്തിവെച്ചിരിക്കുന്ന അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ പുനരാരംഭിക്കുവാനും തീരുമാനമായിരിക്കുന്നു. കോൺസുലേറ്റുകൾ തുറന്ന് പ്രവർത്തിക്കാൻ തീരുമാനമായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 2 മാസം മുമ്പ് താലിബാൻ്റെ ഒരു പ്രതിനിധി, അതായത് ഈ കോൺസുലേറ്റിൽ പ്രവർത്തിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ താലിബാൻ കോൺസുലേറ്റിൽ ജോയിൻ ചെയ്തത് ഇന്ത്യയിൽ. ഏതായാലും ഇന്ത്യ മുൻപോട്ട് വെച്ച ആവശ്യങ്ങളിലൊന്ന് അഫ്ഗാൻ്റെ മണ്ണിൽ പാകിസ്ഥാൻ നടത്തുന്ന ഈ ആക്രമണങ്ങളെ ഇന്ത്യ അപലപിക്കുകയും ചെയ്തു. ഈ കൂടിക്കാഴ്ചയ്ക്ക് തൊട്ടു പിന്നാലെയായിരുന്നു വിദേശകാര്യ മന്ത്രാലയം ശക്തമായ ഭാഷയിൽ പാകിസ്ഥാനെ അപലപിച്ച് രംഗത്തെത്തിയത്. ഒപ്പം തന്നെ അഫ്ഗാൻ്റെ മണ്ണ് ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്ന സംഘടനകൾക്ക് ഉപയോഗിക്കില്ല എന്ന് അഫ്ഗാൻ ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് വെല്ലുവിളിയാകുന്നതൊന്നും അഫ്ഗാനിസ്ഥാൻ്റെ ഭാഗത്തുനിന്നോ അഫ്ഗാനിസ്ഥാൻ്റെ മണ്ണിൽ നിന്നോ ഉണ്ടാകില്ല എന്ന് മുത്താഖി ഇന്ത്യക്ക് ഉറപ്പ് നൽകിയിരിക്കുന്നു. പാകിസ്ഥാൻ ആസ്ഥാനമായ ലഷ്കർ-ഇ-തൊയ്ബയും JEM-ഉം ഭീകര സംഘടനകളാണ് എന്ന് ഇന്ത്യ ഈ ഒരു കൂടിക്കാഴ്ചയിൽ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ശക്തമായ ഒരു നീക്കം എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. വലിയൊരു നീക്കം തന്നെ എന്ന് പറയാം. പ്രത്യേകിച്ച് ഇപ്പോൾ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും ഒരു യുദ്ധത്തിൻ്റെ വക്കിൽ നിൽക്കുന്ന ഒരു സാഹചര്യം. കഴിഞ്ഞ കുറേ നാളുകളായി റഷ്യ, ഇറാൻ, ഇന്ത്യ ഒരു നീക്കം നടക്കുന്നു. പഴയ സഖ്യകക്ഷി 20 വർഷം മുമ്പുണ്ടായിരുന്ന ഒരു സഖ്യമുണ്ടായിരുന്നു. അഫ്ഗാനിസ്ഥാൻ, ഇറാൻ, റഷ്യ, ഇന്ത്യ എന്നായിരുന്നു. ആ സഖ്യം വീണ്ടും പുനരുജ്ജീവിപ്പിക്കുന്നു, ഇല്ലെങ്കിൽ വീണ്ടും അത് ഉണർന്നു വരുന്നു എന്ന ഒരു വലിയ ആശ്വാസകരമായ കാര്യം നൽകിക്കൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിൽ മുൻപോട്ട് പോകുന്നത്. ഏതായാലും പാകിസ്ഥാൻ ആഭ്യന്തരമായും ഒപ്പം തന്നെ അഫ്ഗാനിസ്ഥാനുമായും വലിയ സംഘർഷത്തിലാണ്. കഴിഞ്ഞ 1 മാസം മുമ്പ് ഇറാനുമായി ഒരു വലിയ അടിയും തിരിച്ചടിയും നടന്നിരുന്നു. ഇങ്ങനെയൊക്കെ ഒരു സാഹചര്യത്തിലാണ് ഇന്ത്യ ഇപ്പോൾ ഔദ്യോഗികമായി തന്നെ താലിബാൻ പ്രതിനിധിയുമായി UAE-യിൽ കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.